നമസ്കാരം. ആപ്പിൾ അതിൻ്റെ സ്പെഷ്യൽ ഇറ്റ്സ് ഗ്ലോ ടൈം ഈവൻറ്റിൽ നിരവധി ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐഫോൺ 16, ഐഫോൺ 16+, ഐഫോൺ 16 പ്രോ, ഐഫോൺ 16 പ്രോ മാക്സ് എന്നിവയുൾപ്പെടെ ഏറ്റവും പുതിയ ഐഫോൺ 16 സീരീസ് കമ്പനി പുറത്തിറക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഈവൻറ്റിൽ പുതിയ ആപ്പിൾ വാച്ച് സീരീസ്, എയർപോഡുകൾ, മറ്റ് ഹാർഡ്വെയറുകൾ എന്നിവയും കമ്പനി ലോഞ്ച് ചെയ്യുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, ഏറ്റവും പുതിയ iOS 18, ഐപാഡ് OS 18, മാക് OS എന്നിവയ്ക്കും മറ്റുമുള്ള റോൾ ഔട്ട് ഷെഡ്യൂളുകളും ഉണ്ടായേക്കും. എല്ലാ വർഷത്തെയും പോലെ 2024 കമ്പനിയുടെ മുൻനിര ഫോണുകളാണ് ഇവൻറ്റിൽ ഇറങ്ങാൻ പോകുന്നത്. ഇവൻറ്റിൻ്റെ പ്രത്യേക ശ്രദ്ധ ആപ്പിൾ ഐഫോൺ 16 പ്രോ, ഐഫോൺ 16 പ്രോ മാക്സ് എന്നിവയിലായിരിക്കും. ഏറ്റവും പുതിയ ഐഫോൺ 16 സീരീസിന് കരുത്ത് പകരുന്ന ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ വരവും ഈ വർഷം അടയാളപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഐഫോൺ ആരാധകനാണെങ്കിൽ അല്ലെങ്കിൽ ആരാധികയാണെങ്കിൽ വരാനിരിക്കുന്ന ഐഫോൺ 16 പ്രോ സീരീസിനെ കുറിച്ച് ആഴത്തിൽ അറിയാൻ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കും. ഇന്ത്യയിൽ അതിൻ്റെ പ്രതീക്ഷിക്കുന്ന വില, സവിശേഷതകൾ എന്നിവയും മറ്റു കാര്യങ്ങളും വിശദമായി തന്നെ നമുക്ക് നോക്കാം. ഐഫോൺ 16 പ്രോ മാക്സ് ഇന്ത്യ ലോഞ്ച് വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ 2024 സെപ്റ്റംബർ 9 ഒരു സ്പെഷ്യൽ ഇറ്റ്സ് ഗ്ലോ ടൈം ഇവൻ്റ് നടക്കും എന്നാണ് ആപ്പിൾ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നത്. കമ്പനി കൃത്യമായ പ്രൊഡക്റ്റുകളെക്കുറിച്ച് പറയുന്നില്ല എങ്കിലും ഐഫോൺ 16 സീരീസിൻ്റെ വരവ് എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ലോഞ്ച് സമയത്ത് ബ്രാൻഡ് അതിൻ്റെ മുൻനിര ഫോണുകളായ ഐഫോൺ 16 പ്രോ, ഐഫോൺ 16 പ്രോ മാക്സ് എന്നിവയും ലോഞ്ച് ചെയ്യുമെന്നും അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ പാർക്കിലെ സ്റ്റീവ് ജോബ്സ് തിയേറ്ററിലാണ് ഈവൻ്റ് നടക്കുക. ഈവൻ്റ് ബ്രാൻഡിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലും അതിൻ്റെ വെബ്സൈറ്റിലും തത്സമയ സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. 2024 സെപ്റ്റംബർ 9 ഇന്ത്യൻ സമയം രാത്രി 10:30 ഈവൻറ്റിൻ്റെ തത്സമയ സ്ട്രീം കാണാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും. 16 പ്രോ മാക്സ് പ്ലസ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്ന വിലയും വിൽപ്പനയും അതിൻ്റെ തീയതിയും എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും പുതിയ ലീക്ക് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐഫോൺ 16 പ്രോയുടെ വില $1099 ആയിരിക്കാം വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ഐഫോൺ 16 പ്രോ മാക്സിന് 1199 മുതൽ ആരംഭിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പുതിയ പ്രോ വേരിയൻറ്റുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തുമ്പോൾ ഐഫോൺ 15 പ്രോ സീരീസിനേക്കാൾ വില ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഐഫോൺ 16 പ്രോയുടെ അടിസ്ഥാന വേരിയൻറ്റിന് ഏകദേശം 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ വിലയിൽ എത്താൻ സാധ്യതയുണ്ട്. അതേസമയം ഐഫോൺ 16 പ്രോയ്ക്ക് ഏകദേശം 1,20,000 രൂപയായിരിക്കും വരുന്നത്. എന്നിരുന്നാലും ഇവ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നതും ഓർക്കേണ്ടതുണ്ട്. ഐഫോൺ 16 പ്രോ മാക്സ് പ്രതീക്ഷിക്കുന്ന ഫീച്ചറുകളും സ്പെസിഫിക്കേഷനുകളും എന്തെല്ലാമാണെന്ന് നോക്കാം. വരാനിരിക്കുന്ന ഐഫോൺ 16 പ്രോയും ഐഫോൺ 16 പ്രോ മാക്സ് നിരവധി ലീക്ക് റിപ്പോർട്ടുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് അവയുടെ സവിശേഷതകളെയും ഫീച്ചറുകളെയും കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ലീക്ക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള 16 സീരീസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കിയാൽ അതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്രോ സീരീസിൽ ആപ്പിൾ സൂക്ഷ്മമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും വരുത്താൻ പോകുന്നത്. ഡെസേർട്ട് ടൈറ്റാനിയം എന്നറിയപ്പെടുന്ന ഒരു പുതിയ കളർ ഓപ്ഷനിൽ കമ്പനി പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഗോൾഡ് അല്ലെങ്കിൽ ഡാർക്ക് ആകാം. ഐഫോൺ 16 പ്രോ സീരീസിൽ കമ്പനി ഒരു പുതിയ ക്യാപ്ചർ ബട്ടൺ ഉൾപ്പെടുത്തുമെന്നത് ശ്രദ്ധേയമാണ്. ഐഫോൺ 16 സീരീസിൽ ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നതിന് ഉള്ള ഫിസിക്കൽ ഷൂട്ടറായി പുതിയ ബട്ടൺ പ്രവർത്തിക്കുന്നതായിരിക്കും. ആക്ഷൻ ബട്ടൺ പോലെ തന്നെ ഇവ നിലനിൽക്കുകയും ചെയ്യും. കൂടാതെ ഐഫോൺ 15 പ്രോ സീരീസിൽ നിലവിലുള്ള അതേ തരത്തിലുള്ള കസ്റ്റമൈസേഷൻ വാഗ്ദാനം ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഐഫോൺ 16 പ്രോ മാക്സ് എന്നീ ഫോണുകൾ കറുപ്പ്, സിൽവർ, വൈറ്റ്, ഗ്രേ, ഡെസർട്ട് ടൈറ്റാനിയം കളർ ഓപ്ഷനുകളിൽ വന്നേക്കാം അല്ലെങ്കിൽ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ വശം നോക്കുകയാണെങ്കിൽ ഐഫോൺ 16 പ്രോ സീരീസ് ആണ് ആദ്യമായി കുപ്പർട്ടിനോ അധിഷ്ഠിത ഭീമനായ സാംസങ്ങിൻ്റെ മുൻനിര M15 OLED പാനൽ അവതരിപ്പിക്കുന്നത്. മികച്ച ബ്രൈറ്റ്നസ്സും മെച്ചപ്പെട്ട പ്രകടനവും വാഗ്ദാനം ചെയ്യുന്നതിനാണ് പുതിയ പാനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ ഐഫോൺ 16 പ്രോ മാക്സ് ഫോണുകൾക്ക് 1200 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതായത് നിലവിലെ വേരിയൻറ്റുകളുടെ 20% വർധനയാണ് 16 സീരീസിൽ ഉള്ളത്. അതിലും പ്രധാനമായി ഈ വർഷത്തെ ഐഫോൺ പ്രോ മോഡലുകളും അല്പം വലിയ ഡിസ്പ്ലേകൾ അവതരിപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്.